ബി ദിലീപ് കുമാർ ചേർന്നു. ദിലീപ്, ഈ ഇതിൻ്റെ തുടക്കം മുതൽ, എസ്കലേഷൻ്റെ തുടക്കം മുതൽ രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകിട്ട് 1 എന്ന് മാറ്റി മാറ്റി പറയുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല അവരുടെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലൊരു മലക്കം മറിച്ചിലാണോ ഇപ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നത്, അതോ സീരിയസ് ആയി പറയുന്നതാണോ ആണവായുധം തൽക്കാലം ഞങ്ങളുടെ കാർഡിലില്ല എന്ന കാര്യം? ദിലീപ്. ഹാഷ്മി, പാകിസ്ഥാൻ നേരത്തെ മുതൽ തന്നെ ഇത്തരം ഭീഷണികൾ, ആണവ പോർമുനകൾ ഇന്ത്യക്കു നേരെ തിരിച്ചു വച്ചിരിക്കുകയാണെന്നത് അടക്കമുള്ള ഭീഷണികൾ അവർ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇത്തരം അവകാശവാദങ്ങളും ഭീഷണികളുമൊക്കെ ഉയർത്തിയിരുന്നത്. പക്ഷേ ആ ഭീഷണികൾക്കൊന്നും അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ അത്തരം ഭീഷണികളിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഖ്വാജ ആസിഫ് തന്നെ പാകിസ്ഥാൻ ടെലിവിഷൻ ചാനലായ ജിയോ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആണവ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ആണവായുധ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഏജൻസി നാഷണൽ കമാൻഡിംഗ് ഏജൻസി അതോറിറ്റിയാണ്. അതിൻ്റെ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരുന്നു എന്ന കാര്യം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അത്തരമൊരു യോഗം ചേർന്നിട്ടില്ല എന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട സമയമല്ല. ആഗോളതലത്തിൽ നിന്ന് ഈ യുദ്ധം ഒഴിവാക്കണം എന്ന നിലയിലുള്ള സമ്മർദ്ദം ശക്തമാകുന്നുണ്ട് എന്ന കാര്യവും ഖ്വാജ ആസിഫ് പറയുന്നു. അതായത് പാകിസ്ഥാൻ അവരുടെ നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ്റെ ഈ നിലപാട് മാറ്റമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറും സമാന നിലയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള സമ്മർദ്ദം പാകിസ്ഥാനുമേലുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്. പക്ഷേ ഇന്ത്യയാണ് അതിന് വഴിയൊരുക്കേണ്ടത്. ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും നിർത്താം എന്നാണ് ഇഷാഖ് ധർ പറയുന്നത്. പക്ഷേ ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്ത്യ അങ്ങോട്ട് പോയി ആക്രമിക്കുകയോ സംഘർഷം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയോ സ്വീകരിക്കില്ല എന്ന്. ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും. അതാണ് ഇന്ത്യൻ നിലപാട്. ഹാഷ്മി. ദിലീപ്, ഇതിപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത് ഒരു കൃത്യസമയമാകുമ്പോഴേക്കും ഇത്തരത്തിൽ കൂട്ടത്തോടെ കയ്യിലുള്ള ഡ്രോൺ മുഴുവൻ എടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ അടിക്കുക, 36 26 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുക. ഇന്നലെ ഏറ്റവും ഒടുവിൽ ബാലിസ്റ്റിക് മിസൈൽ, ഫത്ത-2 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്ന അതീവ ഭീകരമായ ഒരു പ്രകോപനത്തിലേക്ക് കടക്കുന്നു. അവർ സൈനിക നീക്കത്തിൽ പാക് റേഞ്ചേഴ്സ് പിന്മാറുന്നു, പാക് സൈന്യം മുന്നോട്ടേക്ക് വരുന്നു അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടി സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുകയും വേറൊരു സൈഡിൽ കൂടി ഈ പറഞ്ഞ സമാധാനം എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്മാർത്ഥത എത്രത്തോളം വിശ്വസിക്കണം ദിലീപ്? ഹാഷ്മി, പാകിസ്ഥാന് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന കാര്യം നേരത്തെ മുതൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. അത് ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ, ഇന്ത്യ അതിർത്തി നുഴഞ്ഞു കയറ്റി ഭീകരരെ ഇങ്ങോട്ടേക്ക് അയക്കുന്ന കാര്യത്തിൽ, അത്തരം കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ നിലപാടുകൾക്ക്, പാകിസ്ഥാൻ നൽകുന്ന ഉറപ്പുകൾക്ക് ഒരു വിലയുമില്ല എന്നവർ പലവട്ടം തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ആഗോളതലത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നിരന്തരം മാർക്കോ റൂബിയോ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും. സൗദി അറേബ്യ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും, ചൈനയും ഇപ്പോൾ പറയുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിൽ രാഷ്ട്രീയമായ പരിഹാരമാണ് വേണ്ടത് എന്നതാണ്. അങ്ങനെ പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന രാജ്യങ്ങൾ പോലും അവർക്ക് പരസ്യ പിന്തുണ നൽകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാനെ ഇപ്പോൾ പരസ്യമായി പിന്തുണയ്ക്കുന്നത് രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലേക്ക്, തുർക്കിയും അസർബൈജാനും മാത്രം എന്ന നിലയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണ പിന്തുണ ഭീകരതയ്ക്കെതിരായ നടപടികളിൽ പ്രഖ്യാപിക്കുമ്പോഴും പാകിസ്ഥാനുമായൊരു വലിയ സംഘർഷത്തിലേക്ക് പോകരുത്, പ്രശ്നം സമാധാനപരമായി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഏതാണ്ട് ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവന, അതായത് യുദ്ധം പെട്ടെന്ന് ഒഴിവാക്കാം, ചർച്ചകൾക്ക് തങ്ങൾ സന്നദ്ധരാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്നതൊക്കെയുള്ള ഒരു പ്രസ്താവന ഒരു ഭാഗത്ത് നടത്തുകയും മറുവശത്തുകൂടി അവരുടെ ഡ്രോണുകളെ കയറ്റിവിടുക, ഇന്ത്യക്കെതിരായ ആക്രമണം ശക്തമാക്കുക, അതിർത്തിയിലേക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാക് റേഞ്ചേഴ്സിനെ, പാകിസ്ഥാൻ്റെ അതിർത്തി രക്ഷാ സേനയായ പാക് റേഞ്ചേഴ്സിനെ അവിടെ നിന്ന് പിൻവലിച്ച് സൈന്യത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, അതൊക്കെ ഇന്ത്യ ഏതായാലും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഇന്ത്യക്കെതിരായ ആക്രമണത്തിനാണ് ഈ സൈന്യത്തെ കൊണ്ടുവരുന്നത് എന്ന കാര്യം
നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് ശക്തമായി തിരിച്ചടിക്കും. ഇന്ത്യ ഏത് ആക്രമണവും പാകിസ്ഥാന്റെ വെല്ലുവിളിയും നേരിടുന്നതിന് സുസജ്ജമാണ് എന്ന കാര്യം ഇന്ന് ഒരിക്കൽ കൂടി പ്രതിരോധ മന്ത്രാലയ വക്താക്കൾ ആവർത്തിച്ച് അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, ബി ദിലീപ് കുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വേണ്ടി വന്നാൽ ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞ ആളുടെ പേര് ഖ്വാജ ആസിഫ് എന്നായിരുന്നു, അവിടുത്തെ പ്രതിരോധ മന്ത്രിയാണ്. ഇന്നലെയും ഖ്വാജ ആസിഫ് പറഞ്ഞത് ഒരു ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യയുമായി യുദ്ധം തന്നെയാണ്, ഒരു തർക്കവുമില്ല, ഇത് ഡെഡനിലേക്ക് എത്തുകയും ഇനി യുദ്ധമല്ല മറ്റു വഴിയില്ല, യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞ ആൾ ഇന്ന് പറയുന്നത് ആണവായുധം ഉപയോഗിക്കാനില്ല, ഞങ്ങൾക്ക് സമാധാനം വേണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മാറ്റി മാറ്റി പറയുന്ന ഈ നേതാക്കളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം അവർ പറയുന്നതിൽ തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് കാട്ടിയ പോലെയുള്ള കുറേയധികം ഡ്രോണുകൾ എടുത്തുകൊണ്ട് ഇറങ്ങില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. നോക്കാം, നമുക്ക് എന്തായാലും വൈകിട്ട് നോക്കാം. ഇനി വന്നാലും അത് പേടിക്കാനില്ല. വന്നാലും നമുക്ക് ആകാശത്ത് തന്നെ ഇന്ത്യയുടെ ഭൂമിയിൽ എവിടെയെങ്കിലും തൊടുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ ധൂളിപടലമാക്കാനുള്ള കൃത്യമായ സംവിധാനം നമുക്കുണ്ട് എന്ന് ഇപ്പോൾ 2 ദിവസങ്ങൾ നമ്മൾ തെളിയിച്ചതുമാണ്.